നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒന്നാണല്ലേ കൊറിയൻ സ്കിൻ സീക്രട്ട് അല്ലെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തിയും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ഗ്ലോയും ആയിട്ടുള്ള സ്കിന്നിനാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊറിയ ആ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തുള്ള ആൾക്കാരുടെ സ്കിൻ എപ്പോഴും ഭയങ്കര സോഫ്റ്റ്, അതായത് ഭയങ്കര ബേബി സോഫ്റ്റും ഭയങ്കര ക്ലിയറുമായിരിക്കും. എക്സാക്റ്റ് കൊറിയൻകാരുടെ സ്കിൻ പോലെ ആയില്ലെങ്കിലും നമുക്കും നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലാസ് സ്കിന്നാക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമും അതുപോലെ തന്നെ ഒരു സിറമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് വേണ്ടത് നമുക്ക് പച്ചരിയാണ് കേട്ടോ. പച്ചരി തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലൊരു 2 സ്പൂൺ അലോവേര ജെല്ല് ആഡ് ചെയ്യുക കേട്ടോ. ഫ്രഷ് അലോവേര ജെല്ല് എടുക്കരുത്, കാരണം ഇത് പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ മാക്സിമം റെഡിമെയ്ഡ് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതിലേക്ക് ഗ്ലീസറിൻ ആഡ് ചെയ്യുക. ഗ്ലീസറിൻ ഒരു 1.5 തൊട്ട് ഒരു 2 സ്പൂൺ വരെ മതിയാവും കേട്ടോ. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സ്കിൻ ഭയങ്കര സൂത്തനിങ്ങും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡും ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ച പച്ചരിയില്ലേ, അതിൻ്റെ ആ വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും ബീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു ക്രീം ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ടോണറിൻ്റെ ബോട്ടിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് റോസ് വാട്ടറാണ്. എന്നിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാവും. ഏകദേശം സിറം നമുക്ക് കുറച്ചൊരു ഫ്ലോയി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണല്ലോ. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ഡപ്പിലാക്കി വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ സിറോ ഒക്കെ വാങ്ങുമ്പോൾ ഒരു ട്യൂബ് പോലത്തെ ജാറാണല്ലോ വരിക, അതായത് ചെറിയൊരു ഡപ്പയാണല്ലോ കിട്ടുക. ഈ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് ഇങ്ങനെ മരുന്നൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഡപ്പ. അപ്പോൾ ഇതിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ച പച്ചരിയില്ലേ, അതിൻ്റെ ബാക്കി എല്ലാ പോർഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളത്തോടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ ഒരു പ്യൂരി മാത്രമാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫൈനായിട്ട് എടുക്കുക. ഇതാ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്കിതിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഈ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കില്ല എന്ന പോലെ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറിയ ശേഷം അതിലേക്ക് ഗ്ലിസറിനും അതുപോലെ തന്നെ അലോവേര ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ആ ഒരു തിക്കിനനുസരിച്ച് നമ്മൾ റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമുക്ക് നേരത്തെ നമ്മൾ സിറം കുറച്ചൊരു ലിക്വിഡി ആയിട്ടാണ് നമുക്ക് വേണ്ടത്, പക്ഷേ ഈ ഒരു ക്രീം ഒരിത്തിരി തിക്കിന് വേണം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അധികം അങ്ങനെ കട്ടകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ് ജാർ എടുക്കുക കേട്ടോ. ഗ്ലാസ് ജാർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, പക്ഷെ അത് കുറേ നാളിങ്ങനെ നിൽക്കും കേടുവിടാതെ. അതുകൊണ്ടാണ് ഗ്ലാസ് ജാർ എടുക്കാൻ പറയുന്നത്. എന്നിട്ട് അതിലേക്ക് ആക്കി വയ്ക്കുക കേട്ടോ. അതോ കണ്ടോ ഭയങ്കര ഒരു ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര നൈസാണ്. നമ്മൾ ഈ ലോഷൻ സൺക്രീമൊക്കെ ഇല്ല അതുപോലത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതോ നമ്മുടെ ക്രീമും സെറ്റായിട്ടുണ്ട്. കൊറിയക്കാരുടെ സ്കിൻ സീക്രട്ട് ആയിട്ടുള്ള റൈസ് വെച്ചിട്ടുള്ള സിറും ക്രീമും ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ ഒരാഴ്ച വരെ വയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 3 to 4 days മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ടും നൈറ്റ് സീറോ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് മേക്കപ്പിന് മുമ്പ് ഈ ഒരു സെറം യൂസ് ചെയ്യാവുന്നതാട്ടോ. കുറച്ചൊരു മോയ്സ്ചറായിട്ടിരിക്കും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ മറ്റൊരു അതിരിക്കും. ബൈ, സീ യു ഓൾ.